മോനെ വഇൻ കുന്ത ഫീ ബൈത്തിൽ ഗൈരി ഫഹ്ഫൽ ഐനൈക്. പല ഉപദേശങ്ങളിൽ ഒരു ഉപദേശം, മോനെ നീ പലപ്പോഴും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. നമ്മൾ അതിഥികളായി അല്ലെ സന്ദർശനത്തിനായി, കുടുംബ ബന്ധം ചേർക്കാനായി, ആളുകളെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാനായി, പലപ്പോഴും പല ആവശ്യത്തിനും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. ചിലപ്പോൾ നമ്മളെ അതിഥികളായി ക്ഷണിച്ചാൽ അതിന് നമ്മൾ ഉത്തരം കൊടുക്കുകയും വേണം. അത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. പക്ഷെ മറ്റൊരാളുടെ വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ പൊന്നുമോനെ, മറ്റൊരാളുടെ വീട്ടിലേക്ക് നീ ചെന്നാൽ നിന്റെ 2 കണ്ണിനെയും നീ സൂക്ഷിക്കണം. ഒരു ഹറാമും അവിടുന്ന് കണ്ടുപോകരുത്. നീ കാണുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും അവിടെ കാണാത്ത വിധം നീ നിന്റെ കണ്ണിനെ നിയന്ത്രിക്കേണ്ടതാണ്. അള്ളാഹു സൂക്ഷ്മത പാലിക്കാൻ തൗഫീഖ് തരട്ടെ. മറ്റൊരു വീട്ടിലേക്ക് പോയാൽ അവരുടെ അനുവാദമില്ലാതെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുക പറ്റുമോ? ചെന്നു നോക്കുമ്പോൾ ജനൽ തുറന്നിട്ടിട്ടുണ്ട്, വാതില് തുറന്നിട്ടില്ല. ബെല്ലടിച്ചു, ബെല്ലില്ലെങ്കിൽ വാതിലിന് എന്ത് ചെയ്തു? മുട്ടി വിളിച്ചു. അവര് വിളി കേട്ടു എന്ന് വിചാരിക്കുക, ഇല്ലേ വിളി കേട്ടില്ല എന്ന് വിചാരിക്കുക. വേഗം പോയിട്ട് അപ്പുറത്തുപ്പുറത്തുള്ള ജനൽ തുറന്നിട്ട് ഉള്ളിലേക്ക് നോക്കുക. പറ്റുമോ? അത് ശരിയാണോ? അത് ശരിയല്ല. ശരിയല്ലെന്ന് മാത്രല്ല, ആ സമയത്ത് കത്തിയോ മറ്റോ എടുത്തിട്ട് ഒരു കുത്തവര് കൊടുത്താൽ പോലും അതിനുത്തരവാദി നോക്കിയവനാണ്. ആ ഏറ് കൊടുത്തവർ അല്ലെ കുത്തു കൊടുത്തവർ അല്ല. ഇതാണ് ശറഇന്റെ നിയമം. ആരാന്റെ വീട്ടിലേക്ക് അങ്ങനെ സമ്മതല്ലാതെ നോക്കാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട നിയമമാണ്. ഇനി ഒരൊറ്റ വീടാണ്, ആ വീട്ടിൽ തന്നെ പ്രത്യേകമായി ഒരു റൂം മകനും മകൾക്കും അനുവദിച്ചു കൊടുത്തു. ഇത് നിങ്ങളെ റൂമാന്ന് പറഞ്ഞു. ആ റൂമിലേക്കും അങ്ങനെ അവരുടെ സമ്മതമില്ലാതെ കയറാനോ ഒളിച്ചു നോക്കാനോ അവരുടെ സംസാരം ഒളിഞ്ഞു കേൾക്കാനോ പാടില്ല. ഹറാമാണ്. ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തൈനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്ക് അവരുടെ മാനസിക പൊരുത്തവും സമ്മതവുമില്ലാതെ കയറാൻ പാടില്ല. അവിടെ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, അതിന് മറ്റൊരാളുടെ വീടൊന്നല്ല, നമ്മളുടെ തന്നെ വീടാണ്. പക്ഷെ മകന്റെ കല്യാണക്കായപ്പോ ഇതാ ഈ റൂമിന് നിനക്ക് എന്ന് പറഞ്ഞിട്ട് ആ മകന് പ്രത്യേകമായി അനുവദിച്ചു കൊടുത്താൽ ആ റൂമിലേക്ക് അങ്ങനെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ കയറുന്നതിൽ അവർക്കൊരു പൊരുത്തക്കേടുണ്ടാവില്ല എന്ന ഹുസ്നുല്ലന് നല്ല വിചാരം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ശറഇൽ നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ രക്ഷപ്പെടണമെന്ന നിയ്യത്തോടുകൂടെ ഓരോ ഉപദേശം ഇങ്ങനെ കൊടുക്കാൻ. പൊന്നുമോനെ വഇൻ കുന്ത ബൈനന്നാസ് വഇൻ കുന്ത ബൈനന്നാസ് ഫഹ്ഫൽ ലിസാനക. പലപ്പോഴും നീ ആളുകൾക്കിടയിലാകുമല്ലോ, ആ സമയത്ത് നിന്റെ നാവിനെ നീ സൂക്ഷിക്കേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ കണ്ട് വിളിച്ചു പറയുന്ന സ്വഭാവം ശരിയല്ല. അത് ആളുകളെ പരിഹസിച്ചിട്ടാണെങ്കിലും കളിയാക്കിയിട്ടാണെങ്കിലും ആളുകളെ മനസ്സിന് വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ കൊണ്ടാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും നാവ് കൊണ്ട് ആളുകൾക്കൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. കാരണം അത് മറ്റു മുറിവുകളെ പോലല്ല, അത് പെട്ടെന്നൊന്ന് ഉണങ്ങൂലല്ലോ. കാരണം അത് ആ ലോലമായ ഹൃദയത്തിലാണ് മുറിവുണ്ടാക്കുന്നത് അല്ലേ? നാവ് കൊണ്ടുള്ള മുറിവുണ്ടാകുന്നത് എവിടെ? ഹൃദയത്തിലാണ്. ഭാര്യയോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഭർത്താവിനോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം, മക്കളോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം, മരുമക്കളോട് പറയുമ്പോഴും ശ്രദ്ധിക്കണം. ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂലല്ലോ. അതൊന്നും അവിടെ ഒരു വേദനയായിട്ടുണ്ടാവില്ലേ? നിന്റെ വായയിലുള്ള
നാവ് നാളെ നിന്റെ ഖബറിലെ പാമ്പാവാതിരിക്കാൻ നീ ശ്രദ്ധിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാവ് കൊണ്ട് ഒരാളെ ഖൽബിലും മുറിവ് വരുത്തരുത്. മുള്ളുകൊണ്ട് മുറിവുണ്ടായാൽ, ഒരു കുന്തം കൊണ്ട് മുറിവുണ്ടായാൽ, വല്ല സ്ഥലത്തും നിന്റെ കാലോ കയ്യോ തട്ടിയിട്ട അവിടെ ഒരു മുറിവ് വന്നാൽ സാധാരണഗതിയിൽ പെട്ടെന്നത് ഉണങ്ങും. ഇന്നിപ്പോ ഒരു സഹോദരി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഭർത്താവിൻ്റെ കാലിന് പഴുപ്പ് ബാധിച്ച് വിരല് മുറിച്ചിപ്പം ഞെരിയാണിയിലെത്തിയിട്ടുണ്ട്. പഴുപ്പ് ഇപ്പോഴും ബാക്കിയാണ്, ഇനി മുറിക്കേണ്ടി വരുമെന്ന ആശങ്കയാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ശിഫാ കൊടുക്കട്ടെ. ഇത്രയും മുഅ്മിനീങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിന്റെ കലാമിന് വേണ്ടി അള്ളാഹുവെ ഇവിടെ ഒഴുകിയെത്തി. അവർ അസ്മാഉൽ ഹുസ്ന ചൊല്ലി വന്നവരാ, അവർ സ്വലാത്തുന്നാരിയ ഓതിയവരാ, അവർ അള്ളാഹുവെ സ്വാലിഹീങ്ങളാ. ഈ ആമീൻ നീ സ്വീകരിക്കണേ റബ്ബേ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ബാധിച്ച് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു കളയേണ്ട അവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ. സമ്പൂർണമായ കാവൽ നൽകണേ അല്ലാ. ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ റബ്ബേ. അതുപോലെ ഈ പരിപാടി ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിതിൽ പങ്കാളികളായി കൊണ്ടിരിക്കുകയാണ്. അവരുടെയും ശരീരത്തെ നീ കാക്കണേ അല്ലാ. എല്ലാവിധ റാഹത്തും സലാമത്തും നൽകണേ അല്ലാ. ഏതായാലും സഹോദര സഹോദരി, സാധാരണഗതിയിൽ ഇങ്ങനെ വല്ല മുറിവുമുണ്ടായാൽ അത് ഉണങ്ങാറാണ് പതിവ്. പക്ഷേ വലായൽ താമോ മാജറഹല്ലിസാനോ, നാവ് കൊണ്ടുണ്ടായ മുറിവ് സാരല്ല, എൻ്റെ അടുത്ത് പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞാലും പിന്നെയും മനസ്സിലതിങ്ങനെ പിന്നെയും മനസ്സിലതിങ്ങനെ വരും. ആ മുറിവെന്നും പച്ചയായി നിലനിൽക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് ഒരാളുടെയും ഹൃദയത്തിൽ ഒരു മുറിവ് വരാത്ത വിധം അള്ളാഹു നമ്മളെ കാക്കട്ടെ. മറ്റുള്ളവരുടെ നാവ് കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ മുറിവേൽക്കുന്നതിനെ തൊട്ടും വേദനിപ്പിക്കുന്ന അസ്വസ്ഥരാക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരുന്നതിനെ തൊട്ടും നമ്മളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മോനെ, ഇൻകുന്ത ബൈനന്നാസ്, ആളുകൾക്കിടയിലാണ് നീ എങ്കിൽ ഫഹ്ഫള് ലിസാനക, നിന്റെ നാവിനെ നീ നന്നായി സൂക്ഷിക്കണം. പിന്നെ പറയുന്ന കാര്യം പൊന്നുമോനെ, വദ്കുർസ്നൈൻ, എൻ്റെ പൊന്നുമോൻ എപ്പോഴും രണ്ട് കാര്യം ഓർക്കണം. വതൻസസ്നൈൻ, രണ്ട് കാര്യങ്ങൾ മറക്കുകയും വേണം. കേൾക്കുന്നുണ്ടാ? എന്താ ഇപ്പം പറഞ്ഞത്? എൻ്റെ മോന് രണ്ട് കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ഓർക്കണം. രണ്ട് കാര്യം ഓർക്കാനും പാടില്ല. ആര് പറയാൻ? ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ആരോട് പറയാൻ? മകനോട് പറയാൻ. ഇതാ മകന് മാത്രം ബാധകമായ കാര്യമാണോ? ഇത് നമുക്കൊക്കെ ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു ഇതൊക്കെ ഒന്ന് കബൂലാക്കി തരട്ടെ. അള്ളാഹു ഇതൊക്കെ ഏറ്റവും അവന് ഇഷ്ടപ്പെട്ട ഇബാദത്തിൽ ഉൾപ്പെടുത്തട്ടെ. പൊന്നുമോനെ, വൽഖുർസ്നൈൻ, രണ്ട് കാര്യം എൻ്റെ മോൻ ഓർക്കണം. വതൻസസ്നൈൻ, രണ്ടു കാര്യങ്ങൾ മോൻ മറക്കുകയും വേണം. വഅമ്മല്ലദാനി തദ്കുറുഹുമാ, മകൻ ഓർക്കേണ്ട കാര്യങ്ങൾ ഏതാണെന്നറിയോ? അല്ലാഹ വൽ മൗത്ത്, അല്ലാഹു, മരണം. ഈ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കൊണ്ടോട്ടി പരിസരത്തിൽ ഈ 2-3 ദിവസങ്ങളിലായി ഉണ്ടായ ചില മരണവുമായി ബന്ധപ്പെട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, എന്താപ്പം മനുഷ്യൻ്റെ അവസ്ഥ, എന്താപ്പം മനുഷ്യൻ്റെ അവസ്ഥ. പല ആളുകളും ഇങ്ങനെ കിബറും അഹങ്കാരവും കുയിന്തുമായിട്ട് നടക്കുകയാണല്ലോ റബ്ബേ. ആ ഒരു ഹൃദയത്തിൽ ആ ഒരു അഹങ്കാരവും ദേഷ്യവും വെറുപ്പും പകയും ഉള്ളതോടുകൂടെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, യാ അല്ലാ, എന്താ നമ്മൾ അവസ്ഥ? അല്ലാഹു കാക്കട്ടെ.
الموت باب وكل الناس داخله يا ليت شعري بعد الباب ما الدار والدار دار نعيم إن عملت بما يرضى الإله وإن خالفت فالنار مولاي صل وسلم دائما أبدا സത്യത്തിൽ നമ്മളും മരണവുമായി വലിയ അകലൊന്നും ഇല്ല. എല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ മരണം എന്നോട് അടുത്തിരിക്കുന്നു എന്നാണ്. അതൊരു ഉള്ളോർമ്മയുള്ള മനുഷ്യനാണെങ്കിൽ അയാളിൽ നിന്ന് വേണ്ടാത്തരങ്ങൾ അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല. അല്ലാഹു ആ ബോധം നമുക്ക് തരട്ടെ. അതുകൊണ്ട് പൊന്നുമോനെ വൽഖുറുസ്നൈൻ, രണ്ട് കാര്യത്തെ എപ്പോഴും ഓർക്കണം. ഏതാണ് ആ കാര്യങ്ങൾ? അല്ലാഹ വൽ മൗത്ത്, അല്ലാഹുവിനെയും മരണത്തെയും ഓർക്കണം. എന്റെ പൊന്നുമോൻ മറക്കേണ്ട രണ്ടു കാര്യം. ഇഹ്സാനുക ഫീ ഹഖ്ഖിൽ ഗൈരി, പലർക്കും പല ഗുണങ്ങളും എൻ്റെ മോൻ ചെയ്തു കൊടുത്തിരിക്കാം. പലർക്കും പല നന്മകളും ഗുണങ്ങളും സേവനങ്ങളും ചെയ്തു കൊടുത്തിരിക്കാം. മറ്റുള്ളവർക്ക് ചെയ്ത ഗുണങ്ങളൊന്നും ഓർക്കാനേ പാടില്ല. മറ്റുള്ളവരെ സഹായിച്ചത്, അവർക്ക് കല്യാണത്തിന് കൊടുത്തത്, വീടുണ്ടാക്കാൻ വേണ്ടി കൊടുത്തത്, അവരുടെ മക്കൾ വളരെ ചെറുതായിരുന്നു അന്നൊക്കെ ഞങ്ങൾ സഹായിച്ചതെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് നൽകിയ സഹായങ്ങൾ, ഗുണങ്ങൾ, നന്മകൾ അതിങ്ങനെ ഓർത്തിരിക്കാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്ത ഗുണങ്ങളൊക്കെ നമ്മൾ വേഗം എന്ത് ചെയ്യുക? മറക്കുക. മറ്റുള്ളവർ നമുക്ക് ചെയ്തെന്ന ഗുണങ്ങൾ മറക്കാനേ പാടില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ഗുണങ്ങൾ മറന്നുകളാ. നിന്നോട് മറ്റുള്ളവർ കാണിച്ച ചില തിന്മകളുണ്ടാകും, നീ ഇഷ്ടപ്പെടാത്ത, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ സങ്കടത്തിലാഴ്ത്തിയ വാക്കുകൾ, പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക? മറക്കുക. നമ്മൾ ഈ മനസ്സിൽ പ്രതികാര ബുദ്ധി വെച്ച് നടന്നാൽ ഒരിക്കലും ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ല. എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനല്ലേ. അതെപ്പോഴും നമ്മളെ മനസ്സിനെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. ഉള്ള സമയത്ത് കൽബ് ഫ്രീ ആക്കി സന്തോഷിച്ച് ജീവിക്കുക. അതാണ് ബുദ്ധി. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവരങ്ങനെ പറഞ്ഞില്ലേ, അവരിങ്ങനെ ചെയ്തില്ലേ, അവരാ പണിക്ക് പോയില്ലേ, നമ്മൾ ഇങ്ങനെ ഇടങ്ങാറാക്കിയില്ലേ. മറ്റുള്ളവരിൽ നിന്നുണ്ടായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ എന്ത് ചെയ്യുക? കണ്ടു മറക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ഗുണങ്ങളൊക്കെയും അതുകൊണ്ട് മറക്കുക. അല്ലെങ്കിൽ ആ ഗുണം നമ്മൾ ചെയ്തത് അതിൻ്റെ ഒരു മൂല്യം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും. എന്നിട്ട് ആ ചെയ്ത നന്മകൾ ചിലപ്പോൾ നമ്മളിങ്ങനെ എടുത്തു പറയും, ഞാൻ അങ്ങനെ ചെയ്തില്ലേ, പണ്ട് എന്ന് പറഞ്ഞ് പണ്ട് ചെയ്ത എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് അൽ മന്നാൻ, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ആളാണ്. നാളെ മഹ്ശറയിലേക്ക് അവരിലേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം പോലും ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ലുക്മാൻ ഹക്കീം തങ്ങൾ ആർക്ക് നൽകിയിട്ടുണ്ട്? മകന് നൽകിയിട്ടുണ്ട്. എന്നാ ഒന്നാമത്തെ ഉപദേശം ഏതാ? وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. പൊന്നുമോനെ, ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇലാഹായ റബ്ബിൽ അടിയുറച്ച വിശ്വാസം, അവന്റെ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസം. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന വാക്കുകൾ പാടില്ല, പ്രവർത്തനങ്ങൾ പാടില്ല, ഇഅ്തിഖാദ് വിശ്വാസങ്ങൾ പാടില്ല. അതൊരാളിൽ നിന്നുണ്ടായാൽ പിന്നെ എന്ത് നന്മ അയാൾ ചെയ്താലും അതിന് പ്രതിഫലം ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ഈ ശിർക്ക്? എന്തുകൊണ്ടൊക്കെയാണ് ശിർക്ക് വരിക? അതിന്റെ ഗൗരവം എന്താണ്? അതൊന്ന് പഠിക്കുക വേണം. ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണ് എന്ന് പറയാനും പാടില്ല, ശിർക്കായ ഒരു കാര്യം ശിർക്കല്ലാന്നും പറയാൻ പാടില്ല. രണ്ടും ഒരുപോലെ കുറ്റമാണ്. ശിർക്കിന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ വരുന്നത് അബദ്ധ
അബദ്ധമാണ്, തെറ്റാണ്, നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതൊന്ന് വിശദമായി നമ്മൾ പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അതടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ.